ഹലോ എവരിബഡി, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പിന്നെയും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ തവണ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം എല്ലാവരും ഒരുപാട് നല്ല കമൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ട് കുറച്ച് കുറവായിട്ട് തോന്നിയെന്ന്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇതേ മൈക്ക് വെച്ചിട്ടാണ് കഴിഞ്ഞ തവണയും റെക്കോർഡ് ചെയ്തത്. പക്ഷേ അബദ്ധവശാൽ ഞാൻ ബാറ്ററി ഇടാതെയാണ് റെക്കോർഡ് ചെയ്തത്, അതുകൊണ്ടാണ് ശബ്ദം കേൾക്കാതിരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്, നമ്മളെല്ലാം ഇപ്പോൾ ഒരു അവയവം പോലെയാണ് മൊബൈൽ ഫോൺ കൊണ്ട് നടക്കുന്നത്. കൊറോണയൊക്കെ വന്ന് ലോക്ക്ഡൗൺ ആയി, ഓൺലൈൻ ക്ലാസ് ആയി, മീറ്റിങ്ങുകളൊക്കെ ഓൺലൈനായി. അപ്പം ഇത്തരമൊരു സന്ദർഭത്തിൽ എല്ലാവരുടെയും കയ്യിൽ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് മൊബൈൽ ഫോൺ എന്നുള്ളത്. ഓരോ ആളുകളും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ ടൈപ്പിലാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക. അപ്പം ഇന്നത്തെ വിഷയം മറ്റൊന്നുമല്ല, ടൈപ്പ് ഓഫ് ഫോൺ യൂസേഴ്സ്. നമുക്ക് വീഡിയോ കാണാം. നമ്പർ 1 എന്ന് പറയുന്നത് ഫോൺ വാക്കറാണ്. മറ്റൊന്നല്ല, ഇവർക്ക് കോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഫോൺ പിടിച്ച് നടന്ന് സംസാരിക്കും. നമ്പർ 2 എന്ന് പറഞ്ഞാൽ ലൗഡ് സ്പീക്കേഴ്സാണ്. ഇവർ ഫോൺ വിളിക്കുന്നത് ഇവിടുന്ന് സംസാരിച്ചാൽ അപ്പുറത്തെ വീട് വരെ കേൾക്കാം. പിള്ളേരെ, എന്ത് ശബ്ദമാണ് നിങ്ങളുടെ? അപ്പുറത്തെ വീട്ടിൽ കേൾക്കാം. പതുക്കെ പറയും, പതുക്കെ. അപ്പുറത്തെ വീട്ടുകാരെയും കൂടെ അറിയിക്കണോ നിങ്ങൾ എന്താ പറയുന്നതെന്ന്? ഒരു മിനിറ്റ്. ഹലോ. വല്യമ്മച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലെങ്ങനാ, മഴയൊക്കെ ഉണ്ടോ? നമ്പർ 3 എന്ന് പറഞ്ഞാൽ സൈലൻറ്റ് മാനിയ എന്ന ആൾക്കാരാണ്. ഇവരുടെ കയ്യിൽ 24 hours ഫോൺ ഉണ്ടാവും. പക്ഷേ ഇവരുടെ ഫോൺ സൈലൻ്റ് ആയിരിക്കും. ഇവരെ വിളിച്ചാൽ ഒരു കാലത്തും കിട്ടാനും പോണില്ല. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബറുകളും മറ്റും ഇപ്പോൾ കുളിച്ചോണ്ടിരിക്കുകയാണ്. കുളിച്ചതിന് ശേഷം വീണ്ടും വിളിക്കുക. അപ്പോഴും കിട്ടിയില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വിളിക്കാം. അതിലും കിട്ടിയില്ലെങ്കിൽ ഒരു ഉച്ചര 3:45 നമ്പർ 4, ഇവർക്ക് വോയിസ് കോൾ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. ഇവർക്ക് വീഡിയോ കോളിലാണ് താല്പര്യം. നമ്പർ 5, ഇവരൊരു അവയവം പോലെയാണ് ഫോൺ കൊണ്ട് നടക്കുന്നത്. നമ്പർ 6, ഇവരധികം ഒന്നും മിണ്ടില്ല. ഇവർക്കങ്ങനെ ഫോണിൽ സംസാരിക്കാനോ അങ്ങനെയൊന്നും താല്പര്യമില്ലാത്ത ആളുകളാണ്. ഇവരെപ്പോഴും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ മൂളിക്കൊണ്ടേയിരിക്കും. നമ്പർ 7 എന്ന് പറയുന്നത് സെൽഫി മാനിയാവുന്ന ആൾക്കാരാണ്. ഇവർ മൊബൈൽ ഫോൺ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്പർ 8, ഇവർ ലൗഡ് സ്പീക്കറിന് നേരെ ഓപ്പോസിറ്റുള്ള ആൾക്കാരാണ്. ഇവർ വളരെ പതുക്കെ ഫോണിൽ സംസാരിക്കും. തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർക്ക് പോലും ഇവരെന്താ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഹലോ എടി, ഞാൻ സാറോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എടി, ഞാൻ നിനക്ക് പറയുന്നത് മനസ്സിലായി. ഞാൻ സാറോട് പറഞ്ഞിട്ടുണ്ട്. ഹലോ എടി, ഞാനിപ്പോൾ സാറോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ലേ? ഹലോ എടി, ഞാൻ ഉറക്കെയാ പറയുന്നത്. ഹലോ എടി, കേൾക്കുന്നില്ലേ? ഹലോ ഇവക്ക് തന്നു പറ്റി, ഞാൻ ഉറക്കെയാണല്ലോ പറയുന്നത്. ഹലോ. നമ്പർ 9, ഇവരുടെ ഫോണിൽ എപ്പോൾ വിളിച്ചാലും ഒരു കാലത്തും ചാർജും ഉണ്ടാവില്ല, അതുപോലെ തന്നെ റേഞ്ചും ഉണ്ടാവില്ല. ഇവർ റേഞ്ചും ചാർജും ഒക്കെ മനഃപൂർവ്വം തീർക്കുന്നതാണോ അതോ തീരുന്നതാണോ എന്ന് ആർക്കും അറിയില്ല. ഹലോ സർ റേഞ്ചിലെവിടെ? ഹലോ ഇവിടെ ചാർജില്ല. ഹലോ, റേഞ്ചില്ല. ഹലോ, റേഞ്ചില്ല, ഞാൻ പിന്നെ വിളിക്കാമേ. നമ്പർ 10, ഇവർ ഗെയിം കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോൺ യൂസ് ചെയ്യുന്നത്.
ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേണമെങ്കിൽ ആ ബെല്ലും പഠിച്ചൊന്ന് ഞെക്കുക. എന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണും വരെ. ബൈ.